നമസ്കാരം. ഓം ബ്രഹ്മത്തിൻ്റെ ഒരാഴ്ചത്തെ പഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 7 മുതൽ 13 വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറയുന്നത്. ഏപ്രിൽ 7 കൊല്ലവർഷം 1200, മീനം 24, തിഥി ശുക്ലപക്ഷ ദശമിയും ശുക്ലപക്ഷ ഏകാദശിയുമാണ് വരുന്നത്. ഏപ്രിൽ 6, 7, 23 PM മുതൽ ഏപ്രിൽ 7, 8 PM വരെ ദശമിയും അതിനുശേഷം ഏപ്രിൽ 8, 9, 13 PM വരെ ഏകാദശിയും ആണ്. നക്ഷത്രം പൂയവും ആയില്യവുമാണ് വരുന്നത്. ഏപ്രിൽ 6-ന് 5:32 AM മുതൽ ഏപ്രിൽ 7, 6:24 AM വരെ പൂയവും ശേഷം ഏപ്രിൽ 8, 7:55 AM വരെ ആയില്യവും ആണ്. തിങ്കളാഴ്ചയാണ്. സൂര്യോദയം 6:20 AM-നും സൂര്യാസ്തമയം 6:28 PM-നും ആണ്. ചന്ദ്രോദയം ഏപ്രിൽ 7-ന് 2:21 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 8-ന് 3:07 AM-നും ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 7:51 AM മുതൽ 9:22 AM വരെയും യമഖണ്ഡകാലം 10:53 AM മുതൽ 12:24 PM വരെയും ആണ്. ഗുളികകാലം 1:55 PM മുതൽ 3:26 PM വരെയാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 1:59 AM മുതൽ 12:48 PM വരെയും അമൃതകാലം 5:29 AM മുതൽ 7:11 AM വരെയും ബ്രഹ്മമുഹൂർത്തം 4:43 AM മുതൽ 5:31 AM വരെയും ആണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി കർക്കിടകവും ആണ്. ഏപ്രിൽ 8 കൊല്ലവർഷം 1200, മീനം 25, തിഥി ശുക്ലപക്ഷ ഏകാദശിയും ദ്വാദശിയുമാണ് വരുന്നത്. ഏപ്രിൽ 7, 8 PM മുതൽ ഏപ്രിൽ 8, 9, 13 PM വരെ ഏകാദശിയും ശേഷം ഏപ്രിൽ 9, 10, 55 PM വരെ ദ്വാദശിയും ആണ്. നക്ഷത്രം ആയില്യവും മകവുമാണ് വരുന്നത്. ഏപ്രിൽ 7-ന് 6:24 AM മുതൽ ഏപ്രിൽ 8, 7:55 AM വരെ ആയില്യവും ശേഷം ഏപ്രിൽ 9, 9:57 AM വരെ മകവും ആണ്. ചൊവ്വാഴ്ചയാണ്. കാമത ഏകാദശി വ്രതം വരുന്ന ദിവസമാണ്. സൂര്യോദയം 6:19 AM-നും സൂര്യാസ്തമയം 6:28 PM-നുമാണ്. ചന്ദ്രോദയം ഏപ്രിൽ 8-ന് 3:10 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 9, 3:47 AM-നും ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 3:26 PM മുതൽ 4:57 PM വരെയും യമഖണ്ഡകാലം 9:21 AM മുതൽ 10:52 AM വരെയും ഗുളികകാലം 12:24 PM മുതൽ 1:55 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 1:59 AM മുതൽ 12:48 PM വരെയും അമൃതകാലം 5:29 AM മുതൽ 7:11 AM വരെയും ബ്രഹ്മമുഹൂർത്തം 4:43 AM മുതൽ 5:31 AM വരെയും ആണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി കർക്കിടകം 7:55 AM വരെ ശേഷം ചിങ്ങം രാശിയാണ്. ഏപ്രിൽ 9 കൊല്ലവർഷം 1200, മീനം 26, തിഥി ശുക്ലപക്ഷ ദ്വാദശിയും ത്രയോദശിയുമാണ് വരുന്നത്. ഏപ്രിൽ 8, 9, 13 PM മുതൽ ഏപ്രിൽ 9, 10, 55 PM വരെ ദ്വാദശിയും ശേഷം ഏപ്രിൽ 11, 1 AM വരെ ത്രയോദശിയും ആണ്. നക്ഷത്രം മകവും പൂരവുമാണ് വരുന്നത്. ഏപ്രിൽ 8, 7:55 AM മുതൽ ഏപ്രിൽ 9, 9:57 AM വരെ മകവും ശേഷം ഏപ്രിൽ 10, 12, 24 PM വരെ പൂരവും നക്ഷത്രമാണ്. ബുധനാഴ്ചയാണ് വരുന്നത്. സൂര്യോദയം 6:19 AM-നും സൂര്യ അസ്തമയം 6:28 PM-നുമാണ്. ചന്ദ്രോദയം ഏപ്രിൽ 9-ന് 3:55 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 10-ന് 4:25 AM-നുമാണ് വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 12:21 PM മുതൽ 1:54 PM വരെയും യമഖണ്ഡകാലം 7:50 AM മുതൽ 9:21 AM വരെയും ഗുളികകാലം
10:52 AM മുതൽ 12:23 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അമൃതകാലം 7:35 AM മുതൽ 9:19 AM വരെയും 5:20 AM മുതൽ 7:06 AM വരെയും അമൃതകാലമാണ്. ബ്രഹ്മമുഹൂർത്തം 4:42 AM മുതൽ 5:30 AM വരെയാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി ചിങ്ങവുമാണ്. ഏപ്രിൽ 10 കൊല്ലവർഷം 1200 മീനം 27. തിഥി ശുക്ലപക്ഷ ത്രയോദശിയാണ്. ഏപ്രിൽ 9 10:55 PM മുതൽ ഏപ്രിൽ 11 1 AM വരെ ത്രയോദശിയാണ്. നക്ഷത്രം വരുന്നത് പൂരവും ഉത്രവുമാണ്. ഏപ്രിൽ 9 9:57 AM മുതൽ ഏപ്രിൽ 10 12:24 PM വരെ പൂരവും ശേഷം ഏപ്രിൽ 11 3:10 PM വരെ ഉത്രവും ആണ്. വ്യാഴാഴ്ചയാണ്. പ്രദോഷവ്രതം വരുന്ന ദിവസമാണ്. സൂര്യോദയം 6:18 AM-നും സൂര്യ അസ്തമയം 6:28 PM-നുമാണ്. ചന്ദ്രോദയം ഏപ്രിൽ 10 4:39 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 11 5:01 AM-നുമാണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 1:54 PM മുതൽ 3:25 PM വരെ. യമഘണ്ഡകാലം 6:18 AM മുതൽ 7:49 AM വരെയും. ഗുളികകാലം 9:21 AM മുതൽ 10:52 AM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 1:58 AM മുതൽ 12:47 PM വരെയും. അമൃതകാലം 7:07 AM മുതൽ 8:54 AM വരെയും. ബ്രഹ്മമുഹൂർത്തം 4:41 AM മുതൽ 5:29 AM വരെയും ആണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി കന്നിയും ആണ്. ഏപ്രിൽ 11 കൊല്ലവർഷം 1200 മീനം 28. തിഥി ശുക്ലപക്ഷ ചതുർദശിയാണ്. ഏപ്രിൽ 11 1 AM മുതൽ ഏപ്രിൽ 12 3:21 AM വരെ ചതുർദശിയാണ്. നക്ഷത്ര ഉത്രവും അത്തവുമാണ് വരുന്നത്. ഏപ്രിൽ 10 12:24 PM മുതൽ ഏപ്രിൽ 11 3:10 PM വരെ ഉത്രവും ശേഷം ഏപ്രിൽ 12 6:07 PM വരെ അത്തവും ആണ്. വെള്ളിയാഴ്ചയാണ്. സൂര്യോദയം 6:18 AM-നും സൂര്യാസ്തമയം 6:28 PM-നും ആണ്. ചന്ദ്രോദയം ഏപ്രിൽ 11 5:22 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 12 5:36 AM-നും ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 10:51 AM മുതൽ 12:23 PM വരെയും. യമഘണ്ഡകാലം 3:25 PM മുതൽ 4:56 PM വരെയും. ഗുളികകാലം 7:49 AM മുതൽ 9:20 AM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 1:59 AM മുതൽ 12:47 PM വരെയും. അമൃതകാലം 5:20 AM മുതൽ 7:06 AM വരെയും. ബ്രഹ്മമുഹൂർത്തം 4:42 AM മുതൽ 5:30 AM വരെയും ആണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി 7:04 PM വരെ ചിങ്ങവും ശേഷം കന്നിയും ആണ്. ഏപ്രിൽ 12 കൊല്ലവർഷം 1200 മീനം 29. തിഥി ശുക്ലപക്ഷ പൗർണമിയാണ്. ഏപ്രിൽ 12 3:21 AM മുതൽ ഏപ്രിൽ 13 5:52 AM വരെ പൗർണമിയാണ്. നക്ഷത്രം അത്തവും ചിത്രയുമാണ് വരുന്നത്. ഏപ്രിൽ 11 3:10 PM മുതൽ ഏപ്രിൽ 12 6:07 PM വരെ അത്തവും ശേഷം ഏപ്രിൽ 13 9:10 PM വരെ ചിത്തിരയും ആണ്. ശനിയാഴ്ചയാണ്. പൗർണമി വ്രതവും ഹനുമാൻ ജയന്തിയും വരുന്ന ദിവസമാണ്. സൂര്യോദയം 6:17 AM-നും സൂര്യ അസ്തമയം 6:28 PM-നുമാണ്. ചന്ദ്രോദയം ഏപ്രിൽ 12 6:05 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 13 6:12 AM-നുമാണ് വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 9:20 AM മുതൽ 10:51 AM വരെയും. യമഘണ്ഡകാലം 1:54 PM മുതൽ 3:25 PM വരെയും. ഗുളികകാലം 6:17 AM മുതൽ 7:49 AM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം
11:58 AM മുതൽ 12:47 PM വരെയും അമൃതകാലം 11:23 AM മുതൽ 1:11 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:41 AM മുതൽ 5:29 AM വരെയുമാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി കന്നിയുമാണ്. ഏപ്രിൽ 13 കൊല്ലവർഷം 1200 മീനം 30. തിഥി കൃഷ്ണപക്ഷ പ്രഥമയാണ്. ഏപ്രിൽ 13 5:52 AM മുതൽ ഏപ്രിൽ 14 8:25 AM വരെ പ്രഥമയാണ്. നക്ഷത്രം ചിത്തിരയും ചോതിയുമാണ് വരുന്നത്. ഏപ്രിൽ 12 6:07 PM മുതൽ ഏപ്രിൽ 13 9:10 PM വരെ ചിത്തിരയും ശേഷം ഏപ്രിൽ 15 12:13 AM വരെ ചോതി നക്ഷത്രവുമാണ് വരുന്നത്. ഞായറാഴ്ചയാണ്. സൂര്യോദയം 6:17 AM-നും സൂര്യാസ്തമയം 6:28 PM-നുമാണ്. ചന്ദ്രോദയം ഏപ്രിൽ 13 6:49 PM-നും ചന്ദ്ര അസ്തമയം ഏപ്രിൽ 14 6:50 AM-നുമാണ്. അശുഭകരമായ സമയങ്ങൾ രാഹുകാലം 4:56 PM മുതൽ 6:28 PM വരെയും യമകണ്ഠകാലം 12:22 PM മുതൽ 1:54 PM വരെയും ഗുളികകാലം 3:25 PM മുതൽ 4:56 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത്ത് മുഹൂർത്തം 11:58 AM മുതൽ 12:46 PM വരെയും അമൃതകാലം 2:08 PM മുതൽ 3:57 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:40 AM മുതൽ 5:28 AM വരെയുമാണ്. സൂര്യരാശി 3:21 AM വരെ മീനവും ശേഷം മേടവുമാണ്. ചന്ദ്രരാശി 7:39 AM വരെ കന്നിയും ശേഷം തുലാം രാശിയുമാണ് വരുന്നത്. ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 13 വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഉപകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.